വെച്ച ചക്ക നമ്മളിത് കലത്തിലേക്ക് ഇടുകയാണ്. വേവിക്കാൻ വെക്കാനാണ്. നമ്മൾ ചക്ക കലത്തിലിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ചക്ക ആവി കയറുമ്പേ അതിനായിട്ട് ഇത് നമ്മൾ ഉപ്പിടും. ഒരു 1/2 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വെച്ച് വയ്ക്കാം. നമുക്ക് ചക്കയൊന്ന് കുടഞ്ഞ് വെക്കാം. ഉപ്പൊക്കെ കറക്റ്റാവണ്ടേ. അടുപ്പൊക്കെ കത്തിച്ച് വെക്കാം. അടപ്പ് വെച്ച് നോക്കി. ചക്കയിലൊരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്ക വേവിക്കുന്നതിന് ആവശ്യമായുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മുറി തേങ്ങ, പിന്നെ പച്ചമുളക് നമ്മൾ ചെറുതായിട്ടിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾ, ഒരു പിഞ്ച് നല്ല ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2-3 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരയ്ക്കണ്ട, ചെറിയൊരു അരവ്. അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ വെള്ളവും പിന്നെ എന്തെങ്കിലും ഉപ്പും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച മിക്സിയിൽ ശകലം വെള്ളം ഒഴിച്ച് അതിൻ്റെ അരപ്പും കൂടെ ബാക്കിയുള്ള അരപ്പും കൂടെ എടുക്കുകയാണ് കേട്ടോ. നമുക്കിനി ചക്കയിലേക്ക് അരപ്പിടാം. നമുക്ക് ചക്ക മൂടി വയ്ക്കും. വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തുണിയൊക്കെ കൂട്ടിപ്പിടിച്ച് ഇളക്കിയെടുക്കും. ഞാൻ ചക്കത്തിൻ്റെ പകഷം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക നമ്മുടെ കുഴച്ച് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ എല്ലാവരും നോക്കണം കേട്ടോ, പാകമാണോ എന്ന്. നമ്മുടെ ഉപ്പൊക്കെ നല്ല പാകമാണ്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടും ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ മീൻ കറി ഒക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബായ്.